പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഇരകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച 105 വീടുകളുടെ ആ സ്വപ്ന ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വലിയ രീതിയിലുള്ള നട്ടാൽ മുളക്കാത്ത നുണകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ഒരു പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. നിഷ്പക്ഷതയുടെ മുഖമൂടി അണിഞ്ഞ ചില മാധ്യമ പ്രവർത്തകരും കൂട്ടുനിന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. വയനാട് ദുരന്തമുണ്ടായ അന്നു മുതൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വൈറ്റുകാട് സന്നദ്ധ സേന, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണ വിതരണം ചെയ്ത് വൈറ്റുകാടിൻ്റെ സന്നദ്ധ സേവന സംഘം, കൂടാതെ അവിടെ വാഹനം നഷ്ടപ്പെട്ടവർക്ക് വാഹനങ്ങൾ നൽകിയും 500,000 രൂപ അവിടെയുള്ള എല്ലാ വ്യാപാരികൾക്കും നൽകിക്കൊണ്ടും അടിയന്തര ധനസഹായമായി എല്ലാ ഇരകൾക്കും 15,000 രൂപയോളം നൽകിക്കൊണ്ടുമൊക്കെ വ്യത്യസ്തമായ തുല്യതയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്ന് വരെ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, ദുരന്തത്തിന് ശേഷം ഏകദേശം 150ഓളം രോഗികൾ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസം നേരിട്ടിരുന്നു. പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഇന്നും അവർക്കുള്ള ചികിത്സ മുസ്ലിം ലീഗിൻ്റെ പാലിയേറ്റീവ് വളണ്ടിയർമാർ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരെ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതി അവിടെ വരില്ല, അവിടെ ലീഗ് വീട് നിർമ്മിക്കില്ല, തോട്ടഭൂമിയാണ് എന്ന തരത്തിൽ KT ജലീലിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി ഈ വിഷയത്തിൽ ലീഗിനെ ആക്രമിച്ചതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെയൊക്കെ ആ വിമർശനങ്ങൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ലീഗ് അതിൻ്റെ കടമ നിറവേറ്റുകയാണ്. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചൊരു വ്യക്തിയാണ്. അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായത്, അതിൻ്റെ ചുറ്റുഭാഗത്തും ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ജനവാസ മേഖലയിലാണ് മുസ്ലിം ലീഗ് 11 ഏക്കറോളം ഭൂമി വാങ്ങിയിട്ടുള്ളത്. ഇത് സ്വാഭാവികമായും കുറച്ച് വൈകിയിട്ടുണ്ട്. അത് വൈകാനുള്ള കാരണം, സർക്കാർ ആദ്യം പറഞ്ഞത് ഇവിടെ നിർമ്മിച്ചു നൽകുന്ന ലീഗ് അടക്കമുള്ള സന്നദ്ധ സംഘങ്ങൾക്ക് സർക്കാർ തന്നെ സൗജന്യ ഭൂമി നൽകുമെന്നായിരുന്നു. പക്ഷേ 6 മാസത്തോളം മുസ്ലിം ലീഗ് കാത്തിരിക്കുകയും നിരന്തരമായി പല തവണകളായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയുമൊക്കെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യുകയും, പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ലീഗ് ഒറ്റയ്ക്ക് തന്നെ ഭൂമി സ്വയം കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഭവന സമുച്ചയത്തിന് നേതൃത്വം കൊടുത്തത്. 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും കിച്ചണും അടക്കം ഇൻറ്റീരിയർ അടക്കം ചെയ്തുകൊണ്ട് നല്ല മനോഹരമായ ഒരു ഭവനമാണ് 105ഓളം ആളുകൾക്ക് മുസ്ലിം ലീഗ് അവിടെ നിർമ്മിച്ചു നൽകുന്നത്. അത് വൈകാതെ തന്നെ ഇരകൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ